വേലിക്കകത്ത് വസതിയിലാണ് ഇപ്പോൾ വി.എസ്. അച്യുതാനന്ദന്റെ മൃതദേഹമുള്ളത്. അവിടെ മുദ്രാവാക്യം മുഴക്കി അവിടെയും അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ജനക്കൂട്ടത്തെ കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയമേ അവിടെ പൊതുദർശനം ഉണ്ടാവുകയുള്ളൂ എന്ന അറിയിപ്പൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആളുകൾ പിന്മാറുന്നില്ല, കണ്ടിട്ടേ പോകൂ എന്ന് തീരുമാനിച്ച് ആളുകൾ അവിടെ കാത്തു നിൽക്കുകയാണ്. അവിടെയും കിലോമീറ്ററുകളോളം നീളുന്ന റോഡിലേക്കൊക്കെ നീളുന്ന ജനക്കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ എത്ര സമയം അവിടെ ഉണ്ടാകുമെന്നുള്ളതിൽ നമുക്കിപ്പോൾ ഒരു കൃത്യത ഇല്ല, കൃത്യമായൊരു സമയം പറയാൻ കഴിയുന്നില്ല. റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ആളുകൾ എത്തിച്ചേരണം എന്ന് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെയാണ് കൂടുതൽ ആളുകൾക്ക് കാണാനും ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യമുള്ളത്. പക്ഷേ ആളുകൾ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും വലിയ ഒരു ജനത്തിൻ്റെ പ്രവാഹം തന്നെ ഉണ്ടാകുന്നുണ്ട് എന്ന് അവിടെ നിന്ന് നമ്മുടെ പ്രതിനിധികൾ അറിയിക്കുന്നു. അവിടെയും അരമണിക്കൂറാക്കി കുറച്ചിട്ടുണ്ട് പൊതുദർശനം. അവിടെ നിന്ന് ആളുകൾ ക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് പാർട്ടിയുടെ നിർദ്ദേശം. പിന്മാറാൻ തയ്യാറാകാതെ, അതായത് അവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണണം, കണ്ടേ മടങ്ങൂ, കാണാതെ പോകാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുമ്പോൾ അതിനെ അവഗണിക്കാൻ, അത് നിരാകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം വി.എസ്. അച്യുതാനന്ദനെ സംബന്ധിച്ച് ജനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാം. ജനങ്ങൾ നൽകിയ ഊർജത്തിൽ നിന്ന് ആണ് അദ്ദേഹവും ഇക്കാലം അത്രയും പോരാടിയതെന്ന് അദ്ദേഹവും ഉറച്ചു വിശ്വസിച്ചിരുന്നു. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്തോ അതാണ് തൻ്റെ വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇക്കാലം അത്രയും ജനങ്ങൾക്ക് നടുവിൽ ജീവിച്ച ഒരാളാണ് ഞാൻ, അവർക്കിടയിൽ നിന്ന് താൻ പഠിച്ചതാണ് തൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുള്ള വി.എസ്. അച്യുതാനന്ദൻ ഒരിക്കലും ജനത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ജനത്തിനു വേണ്ടി പടപൊരുതി ജീവിച്ച വി.എസ്. അച്യുതാനന്ദനെ അവസാനമായി കാണണമെന്ന് പറഞ്ഞ് വരുന്നവരെ അവഗണിച്ചു വിടാൻ പാർട്ടിക്കും കഴിയുന്നില്ല. ഒരാൾക്ക് പോലും അവസരം നിഷേധിക്കില്ല എന്നുള്ളതാണ് പാർട്ടിയുടെയും നിലപാട്. എത്തരത്തിൽ അത് പ്രായോഗികമാകുമെന്നറിയില്ല. കാരണം മണിക്കൂറുകൾ വൈകി പുലർച്ചെ 1 മണിക്ക് എത്തുമെന്ന് പറഞ്ഞതാണ് അല്പസമയം മുൻപ് മാത്രം എത്തിച്ചേർന്നത് എന്നത് നമ്മൾ ഓർക്കണം. 22 മണിക്കൂറാണ് വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് എത്തിച്ചേരാൻ എടുത്തത്, വസതിയിലേക്ക് എത്തിച്ചേരാൻ എടുത്തത്. അപ്പോൾ ആ സമയം അതെങ്ങനെയാണ് ഇനിയിപ്പോൾ വൈകിട്ട് സംസ്കാര ചടങ്ങ് വരെ എത്തിയിരിക്കുന്നവരെ മുഴുവൻ മൃതദേഹം കാണിക്കാനും അവർക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും അവസരം നൽകാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അതിന് കഴിയുന്നത്രയും ചെയ്യാൻ കഴിയുന്നത് പോലെ ചെയ്യും എന്നുള്ളതാണ് പാർട്ടി മുതിർന്ന നേതാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവർക്കും ഒരു സംശയമുണ്ട് ഈ ഘട്ടത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വസതിയിൽ മൃതദേഹം ഉണ്ട്. അതെപ്പോഴാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത് എന്നത് അറിയില്ല. നേതാക്കളും നാട്ടുകാരും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഒക്കെ ഇപ്പോൾ വസതിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ്. പിന്നീട് വൈകിട്ട് 4 മണിയോടെ സംസ്കാരമുണ്ടാകുമെന്നതാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ അതിൽ മാറ്റമുണ്ടോ എന്നത് നമുക്കറിയില്ല. ഒരുപക്ഷെ മാറ്റമുണ്ടാകാതെ തന്നെ കഴിയുന്നത്രയും ആളുകളെ അവസാനമായി കാണിച്ചിട്ട് സംസ്കാരം നടത്തുന്നതിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല എന്നുള്ളതാണ്. വലിയ ചുടുകാട്, എന്നാൽ അത് പാർട്ടിയെ സംബന്ധിച്ചൊരു ഉണങ്ങാത്ത മുറിവാണ്, എക്കാലവും ഉണങ്ങാത്ത മുറിവാണ്. ദിവാന്റെ പോരാളികൾക്കെതിരായ സമരം നടത്തിയ, അതായത് തോക്കുകൾക്ക് മുന്നിൽ വാരിക്കുന്തങ്ങളുമായി സമരം നടത്തിയ അവരുടെ സ്വന്തം പടയാളികളെ മണ്ണെണ്ണയൊഴിച്ച് കൂട്ടിയിട്ട് കത്തിച്ച ഇടമാണ്. അത്രയും വൈകാരികമായി അവർക്ക് വേദനയുണ്ടാക്കുന്ന ഒരിടം, അതിൽ വൈകാരികമായി അവർക്ക് അടുപ്പമുള്ള ഒരിടം, മുതിർന്ന ഒട്ടേറെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം, സഖാവ് പി കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ളവർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. അങ്ങോട്ടേക്ക് വി.എസ്. അച്യുതാനന്ദൻ എന്ന പുന്നപ്ര വയലാർ സമരനായകൻ കൂടി എത്തുകയാണ്. അദ്ദേഹത്തിനും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് അത്. പാർട്ടി വാങ്ങണമെന്നൊക്കെ ഏതാനും വർഷം മുൻപ് അദ്ദേഹം പറയുകയും പിന്നീട് പാർട്ടി ആ സ്ഥലം വാങ്ങുകയും ഒക്കെ ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി അനുസ്മരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ പാർട്ടിയുടെ സ്വന്തം ഇടം കൂടിയായി മാറിയ പുന്നപ്ര വയലാർ സമരനായകർ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ചുടുകാട്ടിലേക്ക് വൈകിട്ടോടെ വി.എസ്. അച്യുതാനന്ദനും അദ്ദേഹത്തിൻ്റെ അന്ത്യനിദ്രയ്ക്കായി എത്തിച്ചേരും. ഒട്ടേറെ പേർ വസതിയിലേക്ക് എത്തിച്ചേരുന്നു. അവരെ വേഗം തന്നെ കടത്തിവിട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് കൂടുതൽ ആളുകളെ കാണിക്കാൻ കഴിയുമോ ആ തരത്തിലേക്കൊക്കെ റെഡ് വോളണ്ടിയർമാർ അവിടെ നിയന്ത്രിക്കുന്ന കാഴ്ച, ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോലീസും ഒക്കെ എത്തിക്കൊണ്ടാണ് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത്. ഒരാളെപ്പോലും നിരാശപ്പെടുത്തിയിട്ടില്ല വി.എസ്. അച്യുതാനന്ദൻ ഇതുവരെ. തന്നെ കാണാനെത്തുന്ന ഒരു ജനത്തെപ്പോലും, ഒരാളെപ്പോലും നിരാശപ്പെടുത്താതെയാണ് വി.എസ്. അച്യുതാനന്ദൻ മടങ്ങേണ്ടത് എന്നുള്ളതും നിർബന്ധമാണ്. പാർട്ടിക്കും അത് നിർബന്ധമുണ്ട്. അദ്ദേഹവുമായി സംസാരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊരു പരാതി പറയാൻ എത്തുന്ന ആളിനെ കണ്ട് അവരുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കി അതിൽ പരിഹാരം കാണാൻ കഴിയുന്ന അത്രയും അതെന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് പരിശോധിച്ചത് ചെയ്യാൻ
പരമാവധി പരിശ്രമിച്ചൊരു നേതാവ് VS അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാതെ പോകില്ല, ഞാൻ മടങ്ങില്ല എന്നൊരാൾ പറയുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ പാർട്ടിക്കും കഴിയില്ല എന്നതാണ്. പക്ഷേ കിലോമീറ്ററുകളോളം നീളുന്ന ക്യൂ ആണ് ഇപ്പോൾ എല്ലായിടത്തും കാണാൻ കഴിയുന്നത് എന്നുള്ളതൊരു പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. ഇന്നലെയുമൊക്കെ കോരിച്ചൊരിയുന്ന മഴ വകവയ്ക്കാതെ ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു. അത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു. ഇന്നലെ മുതൽ അവിടെ കാത്തു നിൽക്കുന്നവരാണ്. വീടിന് മുന്നിലൊക്കെ വന്ന് കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഈ അവസാന നിമിഷം തങ്ങൾക്ക് VS അച്യുതാനന്ദനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട്, അതിൽ പലരും ആദ്യമായിട്ടാകാം VS അച്യുതാനന്ദനെ കാണുന്നത്. കൊച്ചു കുട്ടികളൊക്കെ ഉൾപ്പെടെ ഉള്ളവർ, അവർക്കൊക്കെ ആരാണ് VS അച്യുതാനന്ദൻ, എന്താണ് അദ്ദേഹം ചെയ്തത് എന്നത് അറിയണമെങ്കിൽ ഒരല്പം വർഷങ്ങൾ കഴിയും. പക്ഷേ എങ്കിൽ പോലും അവരും കാണാൻ എത്തിയിരിക്കുകയാണ്. അവരും മുദ്രാവാക്യം മുഴക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടു, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ VS അച്യുതാനന്ദന് വേണ്ടി വിപ്ലവാഭിവാദ്യം നൽകുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ നാനാ ആബാലവൃദ്ധം ജനങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്നുള്ള ആളുകൾ എത്തിച്ചേർന്നിരിക്കുകയാണ് VSനെ അവസാനമായി കാണാൻ. ഇന്ന് നമ്മൾ പോകുന്നത് വലിയ ചുടുകാട്ടിലേക്കാണ്. അവിടെയാണ് സംസ്കാരം നടക്കാൻ പോകുന്നത്. ഷഫീദ് റാവുത്തറാണ് തത്സമയം വിവരങ്ങളുമായുള്ളത്. ഷഫീദ്, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പാർട്ടിയെ സംബന്ധിച്ച് ഒരു ഉണങ്ങാത്ത മുറിപ്പാടാണ് വലിയ ചുടുകാടെന്ന് പറയുന്നത്. VS അച്യുതാനന്ദൻ അവിടെ എത്തി, അവിടുത്തെ രക്തസാക്ഷി മണ്ഡപത്തിലൊക്കെ എത്തി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഒടുവിലായി പുന്നപ്ര വയലാർ സമരനായകൻ എത്തുമ്പോൾ എപ്പോഴാണ് സംസ്കാരമെന്ന് ഈ സമയത്ത് നമുക്ക് പറയാൻ കഴിയുമോ? അതെനിക്കറിയില്ല. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടില്ലേ? അനുജ, VS അച്യുതാനന്ദൻ വിശ്രമമില്ലാത്ത സമര പോരാട്ടങ്ങൾ ആരംഭിച്ച വലിയ ചൂടുകാട്ടിലേക്ക് അദ്ദേഹം ഇന്ന് അന്ത്യവിശ്രമം കൊള്ളാൻ തിരികെ വരികയാണ്. അല്പസമയത്തുള്ള അദ്ദേഹം ഇവിടേക്ക് അല്പസമയത്തിനുള്ളിൽ ഈ സമയക്രമം പാലിച്ചില്ലെങ്കിൽ കൂടി നേരത്തെ നമ്മൾ 4 മണിയായിരുന്നു നിശ്ചയിച്ചത്. പക്ഷേ ഇപ്പോഴും പാർട്ടി ഓഫീസിലേക്ക് പോവുകയാണ്. പാർട്ടി ഓഫീസിന് ശേഷം വരുന്നത് ഈ റിക്രിയേഷൻ സെൻറ്ററും കഴിഞ്ഞാൽ വരുന്നത് ഈ ചൂടുകാട്ടിലേക്കായിരിക്കും. ഈ ചൂടുകാട്ടിൽ ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വലിയ തരത്തിലുള്ള ഓർമ്മകളുണ്ട്. മാത്രവുമല്ല, ഈ ചൂടുകാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലേക്ക് VS അച്യുതാനന്ദൻ കൂടി വരികയാണ്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ ചുടുകാട്ടിൽ രാവിലെ മുതൽ തന്നെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. വയലാർ രക്തസാക്ഷികൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിൽ രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം ഇന്ന് പടിഞ്ഞാറേ ആകാശം ചുവക്കുമ്പോൾ VS രക്തതാരകമായി ഓർമ്മകളിൽ പ്രകാശിച്ചു തുടങ്ങും. VSന്റെ ഭൗതിക ശരീരം 4 മണിയാണ് സമയക്രമീകരണമെങ്കിൽ കൂടി അതൊരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം അത്രത്തോളം ആളുകൾ VSനെ കാണാൻ ഈ ആലപ്പുഴയുടെ മണ്ണിലേക്ക് വന്നിട്ടുണ്ട്. പുന്നപ്ര വയലാർ സമരഭടന്മാരുടെ ധീരസ്മരണകൾ ജ്വലിക്കുന്ന വലിയ ചുടുകാട് സമരനായകനെ ഏറ്റുവാങ്ങാൻ പൂർണ്ണമായും ഒരുങ്ങിയിട്ടുണ്ട്. പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെയും P കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും സ്മൃതി കുടീരങ്ങൾക്കരികിലാണ് VS അച്യുതാനന്ദന് അന്തിമ വിശ്രമം ഒരുക്കുന്നത്.